ഹായ് ഫ്രണ്ട്സ്, പിന്നക്കൽ അക്കാഡമി മലയാളം ട്യൂട്ടോറിയലോട്ട് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ തെർമോഡൈനാമിക്സ് ആണ്. ഞങ്ങളൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. ആ പോസ്റ്റിന് താഴെ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നത് തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററാണ് ഞങ്ങൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ആ പോസ്റ്റ് കാണാത്തവരുണ്ടെങ്കിൽ ആ പോസ്റ്റ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും ടഫുള്ള ചാപ്റ്ററും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ ആ പോസ്റ്റിൽ എന്ത് ചെയ്യുക, കമൻറ്റായി എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. കൂടുതൽ കമൻറ്റ് വരുന്നതായിരിക്കും ഞങ്ങൾ ഇവിടെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് കിടക്കാം. ചാപ്റ്ററിൻ്റെ പേരാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എന്ത് ചെയ്യുക, എനേബിൾ ചെയ്യുക. ഓക്കെ, എന്താണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്? ഈ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ അറിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഞങ്ങളുടെ ചാനലിനകത്ത് ആ വീഡിയോ ഇട്ടിട്ടില്ല, പക്ഷേ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിനെ കുറിച്ച് ജസ്റ്റ് അതിൻ്റെ ഒരു എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ക്ലാസ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് തെർമോഡൈനാമിക്സിലോട്ട് പോകാം. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഇത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യാം, എടുത്തു തരുന്നതായിരിക്കും. ഓക്കെ, തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഹീറ്റിനെ കുറിച്ചും ടെമ്പറേച്ചറിനെ കുറിച്ചും അതുപോലെ തന്നെ തെർമോഡൈനാമിക്സിന്റെ പാരാമീറ്ററായ വോളിയം, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ, ഹീറ്റ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. തെർമോഡൈനാമിക്സ്, ഡൈനാമിക്സ് എന്ന് വെച്ചാൽ എന്താണ്, മോഷനാണ്. അപ്പോൾ ഈ ടെമ്പറേച്ചറിന്റെ ഫ്ലോയും ഹീറ്റിന്റെ ഫ്ലോയും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, തെർമോഡൈനാമിക്സിനകത്ത് മെയിനായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും മെയിനായിട്ട് എക്സാമിന് ചോദിക്കുന്നത് കാർനോട്ട് എഞ്ചിൻ, ഒരു എഞ്ചിൻ എങ്ങനെയാണ്, ഒരു വണ്ടിയുടെ എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ആയിട്ട് പഠിക്കുന്നത്. എക്സാമിന് കാർനോട്ട് എഞ്ചിനും അതുപോലെ തന്നെ കാർനോട്ട് സൈക്കിളൊക്കെ ചോദിക്കുന്നതാണ്. ഓക്കെ, അത് ഏറ്റവും അവസാന സെക്ഷനാണ്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷനിലോട്ട് പോകാം. ഈ ചാപ്റ്ററിനകത്ത് മെയിനായിട്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്നതാണ് എന്താണ് തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ കെമിസ്ട്രിക്കകത്ത് പഠിക്കുന്നതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ആരെയാണോ സ്റ്റഡി ചെയ്യാൻ എടുക്കുന്നത്, ആ സ്റ്റഡി ചെയ്യാൻ എടുക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സിസ്റ്റം എന്ന് പറയുന്നത്. അതിനകത്ത് ലാർജ് നമ്പർ ഓഫ് എന്ത് കാണും, ആറ്റവും മോളിക്യൂളൊക്കെ ഉള്ള നമ്മൾ സ്റ്റഡി ചെയ്യാൻ എടുക്കുന്ന ഒരു പർട്ടിക്കുലർ പ്രഷറിലും ടെമ്പറേച്ചറിലും വോളിയത്തിലുള്ള എന്താണോ ആ സംഗതിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സിസ്റ്റം എന്ന് വിളിക്കുന്നത്. നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ആളെ വിളിക്കുന്നത് എന്താണ്, സിസ്റ്റം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. പിന്നെ അതിനുശേഷം എന്താണ് സറൗണ്ടിങ്, എന്താണ് സിസ്റ്റം അല്ലാത്ത എല്ലാം, യൂണിവേഴ്സിലുള്ള എല്ലാം എന്തായിരിക്കും, സറൗണ്ടിങ് ആയിരിക്കും. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന അല്ലാതെ ഈ യൂണിവേഴ്സിലുള്ള ബാക്കിയുള്ള എല്ലാം എന്തായിരിക്കും, അതിന്റെ സറൗണ്ടിങ് ആയിരിക്കും. ഓക്കെ, അതിനുശേഷം തെർമോഡൈനാമിക്സ് വേരിയബിൾ ഓർ പാരാമീറ്റർ. നമ്മൾ തെർമോഡൈനാമിക്സ് വേരിയബിൾ ആയിട്ട് 3 ആൾക്കാരെയാണ് പരിചയപ്പെടുന്നത്. അതായത് നമുക്കൊരു വസ്തുവിന്റെ തെർമോഡൈനാമിക്കൽ സ്റ്റേറ്റ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 3 ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അതായത് ഒരു സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചറും അതുപോലെ തന്നെ പ്രഷറും വോളിയവുമാണ് ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ എന്ത് തീരുമാനിക്കുന്നത്, സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിനെ കുറിച്ച് സ്റ്റഡി നടത്തണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് നിങ്ങൾക്ക് സ്റ്റഡി നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ആ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചറിനെയും പ്രഷറിനെയും വോളിയത്തെയും കുറിച്ച് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പോൾ ടെമ്പറേച്ചറും പ്രഷറും വോളിയമാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്, തെർമോഡൈനാമിക്സ് വേരിയബിൾസ് അല്ലെങ്കിൽ പാരാമീറ്റർ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് വേരിയബിൾസ് പറയാൻ കാരണം, അതായത് വേരിയബിൾസ് എന്ന് പറയാൻ കാരണം ഇതെന്ത് ചെയ്യും, ടൈമിനനുസരിച്ച് എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ വേരിയബിൾസ് എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ ഈ ടെമ്പറേച്ചറും പ്രഷറും വോളിയത്തിനും ടൈമിലാണ് നമ്മളൊരു തെർമോഡൈനാമിക് സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പാരാമീറ്റർ എന്ന് വിളിച്ചത്, തെർമോഡൈനാമിക് പാരാമീറ്റർ എന്ന് വിളിക്കാൻ കാരണം. ഓക്കെ, അതിനുശേഷം വരുന്ന സംഗതി എന്താണ്, തെർമോഡൈനാമിക് പ്രോസസ്. എന്താണ് പ്രോസസ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു സിസ്റ്റം ഞാൻ എടുത്തു. ആ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ T1, പ്രഷർ എന്താണ് P1, വോളിയം V1 ആയിരുന്നു. ആ സിസ്റ്റത്തിന്റെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ, ടൈം കഴിഞ്ഞപ്പോൾ, ആ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ T2 പ്രഷർ P2 വോളിയം V2 പോയി. ഇത് മുഴുവൻ മാറണമെന്നില്ല. ചിലപ്പോൾ ടെമ്പറേച്ചറും പ്രഷറും മാത്രം മാറാം, ചിലപ്പോൾ ടെമ്പറേച്ചർ മാത്രം മാറാം, ചിലപ്പോൾ വോളിയവും പ്രഷറും മാറാം. അപ്പൊ ഏതെങ്കിലും ഒരാൾക്ക് എന്ത് ഉണ്ടാവുക, ചേഞ്ച് ഉണ്ടായാൽ മതി. എല്ലാവരും ചേഞ്ച് ആവണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഈ തെർമോഡൈനാമിക്സ് പാരാമീറ്ററിന് അല്ലെങ്കിൽ വേരിയബിൾസ് ആയ ടെമ്പറേച്ചർ, പ്രഷർ, വോളിയത്തിന് എന്തിനെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ നമുക്കവിടെ പറയാൻ പറ്റും അവിടെ എന്ത് നടന്നു, ഒരു പ്രോസസ്സ് എന്ത് ചെയ്തു, നടന്നു. അപ്പോൾ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ പാരാമീറ്ററിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവിടെ ഒരു പ്രോസസ്സ് നടന്നു എന്ന് പറയാം. ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ തെർമോഡൈനാമിക് പ്രോസസ്സിനെ കുറിച്ചാണ്. തെർമോഡൈനാമിക് പ്രോസസ്സ് കുറേ പ്രോസസ്സ് ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ള പ്രോസസ്സാണ് ഐസോതെർമൽ പ്രോസസ്സ്, അതുപോലെ തന്നെ അഡിയാബാറ്റിക് പ്രോസസ്സ്, ഐസോബാറിക് പ്രോസസ്സ്, ഐസോകോറിക് പ്രോസസ്സ്. ഇങ്ങനെയുള്ള പ്രോസസ്സിനെ കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റഡി ചെയ്യണം. ഓക്കെ, നമുക്ക് ആദ്യം പഠിക്കാൻ പോകുന്നത് ഐസോതെർമൽ പ്രോസസ്സാണ്. ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2 പ്രോസസ്സാണ് ഐസോതെർമൽ പ്രോസസ്സും അതുപോലെ തന്നെ അഡിയാബാറ്റിക് പ്രോസസ്സും. അപ്പോൾ എന്താണ് ഐസോതെർമൽ പ്രോസസ്സ് എന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഐസോതെർമൽ പ്രോസസ്സിനെ കുറിച്ചാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഐസോതെർമൽ പ്രോസസ്സ് എന്താണെന്ന്. ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ആ പേരിൽ തന്നെ ഉണ്ട്. ഐസോതെർമൽ ടെമ്പറേച്ചർ അവിടെ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത് ഐസോതെർമൽ പ്രോസസ്. ഓക്കെ, എന്താണ് ഐസോതെർമൽ പ്രോസസ്? ടെമ്പറേച്ചർ ഒരു പ്രോസസ് നടക്കാൻ നേരത്ത് അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഒരു പ്രോസസ് നടക്കുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അങ്ങനെയുള്ള പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഐസോതെർമൽ പ്രോസസ്. ടെമ്പറേച്ചർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനൊരു പിസ്റ്റണകത്ത് എയർ എടുത്തിട്ട് ഈ സിലിണ്ടർ ഇതെന്താണ്? പിസ്റ്റൺ. ഈ പിസ്റ്റൺ ഞാൻ എന്ത് ചെയ്യുന്നു? താഴോട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? ഇതിന്റെ പ്രഷർ നമ്മൾ കൂട്ടുമ്പോൾ ഇതിന്റെ വോളിയം എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. ഇവിടെ ടെമ്പറേച്ചർ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ പ്രോസസ് എന്ത് പ്രോസസ്സാണ്? ഒരു ഐസോതെർമൽ പ്രോസസ് ആണ്. പിന്നെ അടുത്ത എക്സാമ്പിൾ, ഐസോതെർമൽ പ്രോസസ്സിന്റെ അടുത്ത എക്സാമ്പിൾ ആണ് മെൽറ്റിങ്ങും അതുപോലെ തന്നെ ബോയിലിങ്ങും. നമുക്കറിയാം മെൽറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? മെൽറ്റിംഗ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ്, ശ്രദ്ധിക്കുക, 0 ഡിഗ്രി സെൽഷ്യസിലുള്ള എന്താണ്? ഐസ്. അത് നമ്മൾ ഹീറ്റ് കൊടുക്കാൻ നേരത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഹീറ്റ് കൊടുക്കാൻ നേരത്ത് അത് പൂർണ്ണമായും എന്തായിട്ട് മാറുന്നു? വാട്ടർ ആയിട്ട് മാറുന്നു. അപ്പൊ ഐസ് വെള്ളമായിട്ട് എന്ത് ചെയ്യുന്നു? മാറുന്നു. അപ്പൊ ഐസ് എന്ത് ചെയ്യുന്നു? വെള്ളമായിട്ട് മാറുന്ന ടെമ്പറേച്ചർ നമുക്കറിയാം. 0 ഡിഗ്രി ഇരിക്കുന്ന ഐസിന് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് മാറത്തില്ല? 0 ഡിഗ്രി ഇരിക്കുന്ന ഐസിന് നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ അല്ല മാറുന്നത്, പകരം അതിന്റെ സ്റ്റേറ്റ് എന്താവും? ചേഞ്ച് ആവും. ഇത് നമ്മൾ എവിടെ പഠിക്കുന്നതാണ്? തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ പഠിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഹീറ്റ് കൊടുക്കുന്നു, ആ 0 ഡിഗ്രിയിലുള്ള ഐസ് എന്തായിട്ട് മാറുന്നു? 0 ഡിഗ്രി സെൽഷ്യസിലുള്ള എന്തായിട്ട് മാറുന്നു? വാട്ടർ ആയിട്ട് എന്ത് ചെയ്യുന്നു? മാറുന്നു. അപ്പൊ എന്താ ഇവിടുത്തെ പ്രത്യേകത? ഇവിടെ നമ്മൾ ഹീറ്റ് കൊടുത്തു, ഹീറ്റ് കൊടുക്കാൻ നേരത്തെ ഒരു പ്രോസസ് നടന്നു. ഓക്കെ, പ്രോസസ് നടക്കാൻ നേരത്തെ പക്ഷേ ഇവിടെ ടെമ്പറേച്ചർ, രണ്ടിടത്തും ടെമ്പറേച്ചർ എന്താണ്? സെയിം ആണ്. അപ്പൊ ഐസോതെർമൽ അടുത്തൊരു എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? മെൽറ്റിംഗ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ബോയിലിങ്ങും. ബോയിലിംഗ് എന്താണ്? 100 ഡിഗ്രിയിലുള്ള വെള്ളത്തിന് നമ്മൾ ചൂട് കൊടുക്കുകയാണെങ്കിൽ അത് 100 ഡിഗ്രിയിലുള്ള എന്തായിട്ട് മാറും? നീരാവിയായിട്ട് മാറും. അപ്പൊ മെൽറ്റിങ്ങും അതുപോലെ തന്നെ എന്താണ്? ബോയിലിങ്ങും. മെൽറ്റിങ്ങും ബോയിലിങ്ങും എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മുടെ ഐസോതെർമൽ പ്രോസസ്സിന് എന്താണ്? എക്സാമ്പിൾ ആണ്. ഇനി ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. നമ്മൾ പ്രഷർ കൂട്ടാൻ നേരത്ത് വോളിയം എന്ത് ചെയ്യും? കുറയും. അപ്പൊ നമുക്ക് പറഞ്ഞൂടെ ഐസോതെർമൽ പ്രോസസ്സിനകത്ത് എന്താ പ്രത്യേകത? പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. നമുക്കറിയാം പ്രഷർ കൂടാൻ നേരത്ത് എന്താ സംഭവിക്കുന്നത്? വോളിയം എന്ത് ചെയ്യും? കുറയും. ഇത് നമ്മൾ എവിടെ പഠിക്കുന്നതാണ്? സ്റ്റേറ്റ് ഓഫ് മാറ്ററിനകത്ത് പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നാണ് വോളിയം. അല്ലെ നമുക്ക് എന്ത് പറയാൻ പറ്റും? PV ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറയാം. അല്ലെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ചെയ്യും, ഡിവൈഡ് ബൈ എന്തുണ്ട്? വി ഉണ്ട്. വിനെ ഇങ്ങോട്ട് കൊടുത്താൽ PV ഈസ് എന്ത് കിട്ടും? കോൺസ്റ്റന്റ് എന്ന് കിട്ടും. ഇതാണ് ഐസോതെർമൽ പ്രോസസ്സ്. ഈ ഐസോതെർമൽ പ്രോസസ്സിന് നമ്മൾ മറ്റൊരു പേരും വിളിക്കാറുണ്ട്. എന്താണ്? ബോയിൽസ് ലോ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഐസോതെർമൽ പ്രോസസ് അല്ലെങ്കിൽ എന്താണ്? നമുക്ക് ആ ബോയിൽസ് ലോ എന്നല്ല, നമുക്ക് ഐസോതെർമൽ പ്രോസസ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ PV ഈസ് എ കോൺസ്റ്റന്റ്. ഇതാണ് ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നത്. അല്ല നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? അപ്പൊ ഇനിഷ്യലി ഞാൻ നോക്കാൻ നേരത്ത് അതിന്റെ പ്രഷർ എന്തായിരുന്നു? P1. വോളിയം എന്താണ്? V1. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രഷർ എന്തായി? P2. വോളിയം എന്തായി? V2 ആയി. ഇവിടെ പ്രഷറും വോളിയത്തിന് എന്തുണ്ടായി? ചേഞ്ച് ഉണ്ടായി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും P1 V1 ഈക്വൽ ടു എന്താണ്? P2 എന്താണ്? V2. ഇനി അടുത്തൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ P3 എന്ത് വരും? V3 എന്ന് വരും. അപ്പൊ ഇതാണ് ഐസോതെർമൽ പ്രോസസ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു ഗ്രാഫ് ഉണ്ട്, PV ഗ്രാഫ്. നമുക്ക് അതും കൂടെ നോക്കാം. ഇതിന്റെ PV ഗ്രാഫ് വരുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? ഇവിടെ നമുക്ക് വോളിയവും ഇവിടെ പ്രഷറും എന്ത് ചെയ്യാം? അടയാളപ്പെടുത്താം. PV ഗ്രാഫ് നമുക്കറിയാം. പ്രഷർ കൂടുമ്പോൾ അല്ലെങ്കിൽ പ്രഷർ കുറയുമ്പോൾ വോളിയം എന്ത് ചെയ്യും? കൂടും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പ്രഷർ കൂടുമ്പോൾ വോളിയം എന്ത് ചെയ്യും? വോളിയം എന്ത് ചെയ്യും? കുറയും. പ്രഷർ കൂടുമ്പോൾ വോളിയം എന്ത് ചെയ്യും? കുറയും. അല്ലെങ്കിൽ പ്രഷർ കുറയുമ്പോൾ വോളിയം എന്ത് ചെയ്യും? കൂടും. അപ്പൊ ഇതാണ് എന്ത് പ്രോസസ് എന്ന് പറയുന്നത്? ഐസോതെർമൽ പ്രോസസ്. ശ്രദ്ധിക്കുക, അപ്പൊ ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ് ആണ്. അവിടെ PV എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ തന്നെ അതിന്റെ ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് മെൽറ്റിങ്ങും അതുപോലെ എന്താണ്? ബോയിലിങ്ങും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം? നമ്മൾ ഐസോതെർമൽ പ്രോസസ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അടുത്ത പ്രോസസ്സാണ് അഡിയാബാറ്റിക് പ്രോസസ്. അഡിയാബാറ്റിക് പ്രോസസ്സിന്റെ പ്രത്യേകത ശ്രദ്ധിക്കുക, ഒരു സിസ്റ്റത്തിനകത്തോട്ട് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഹീറ്റിനെ അബ്സോർബ് ചെയ്യത്തുമില്ല, ഹീറ്റിനെ റിജക്ട് ചെയ്യത്തുമില്ല. അപ്പൊ ഹീറ്റ് അബ്സോർഷനോ
ഹീറ്റ് റിജക്ഷനോ ഇല്ലെങ്കിൽ, അതായത് ഹീറ്റിന് നമ്മൾ ആ വസ്തു എന്ത് ചെയ്യത്തില്ല, ഹീറ്റിനെ എന്ത് ചെയ്യത്തില്ല, അകത്തോട്ട് കടത്തിവിടത്തുമില്ല, ഈ ഹീറ്റ് എന്ത് ചെയ്യുന്നില്ല, ഈ വസ്തുവിൽ നിന്ന് പുറത്തോട്ട് പോകത്തുമില്ല എങ്കിൽ അങ്ങനെയുള്ള പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് അഡയബാറ്റിക് പ്രോസസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അഡയബാറ്റിക് പ്രോസസ്സിന്റെ പ്രത്യേകത എന്താണ്? there is no heat change. അതായത് സിസ്റ്റത്തിന്റെ അകത്തോട്ടോ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ പുറത്തോട്ടോ എന്ത് പോകത്തില്ല, ഹീറ്റ് എന്ത് ചെയ്യത്തില്ല, ഫ്ലോ ചെയ്യത്തില്ല. there is എന്താണ്, there is no heat exchange take place. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അഡയബാറ്റിക് പ്രോസസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അഡയബാറ്റിക് പ്രോസസ്സിനകത്ത് എന്തില്ല, ഹീറ്റ് എക്സ്ചേഞ്ച് ഒന്നും നടക്കത്തില്ല. ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കത്തില്ല എങ്കിൽ അങ്ങനെയുള്ള പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, അഡയബാറ്റിക് പ്രോസസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ ഒരു പിസ്റ്റൺ ഉണ്ട്, ഒരു പിസ്റ്റൺ നല്ല എയർ ടൈറ്റ് പിസ്റ്റൺ ആണ്. ഇതിന്റെ വാൾസ് ഒക്കെ നല്ല ഒന്നാന്തര അഡയബാറ്റിക് വാൾസ് ആണ്. ഈ പിസ്റ്റനെ ഞാൻ എന്ത് ചെയ്യുന്നു, താഴോട്ട് എന്ത് ചെയ്യുന്നു, കംപ്രസ് ചെയ്യുന്നു. നല്ല ഒന്നാന്തരം അഡയബാറ്റിക് വാള ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് എന്ത് ചെയ്യത്തില്ല, ഹീറ്റ് അകത്തോട്ടോ പുറത്തോട്ടോ ഒന്നും പോകത്തില്ല, നല്ല ഒന്നാന്തരം അഡയബാറ്റിക് വാളാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ ഹീറ്റ് അകത്തോട്ട് പോകത്തില്ല, ഹീറ്റ് അകത്തോട്ട് പോകത്തില്ല, ഹീറ്റ് എന്ത് ചെയ്യത്തില്ല, പുറത്തോട്ടും പോകത്തില്ല. ഞാൻ ഈ പിസ്റ്റനെ എന്ത് ചെയ്യുന്നു, താഴോട്ട് അമർത്തുന്നു. ഞാൻ പിസ്റ്റനെ താഴോട്ട് അമർത്താൻ നേരത്ത് ഇവിടെ എന്തുണ്ടാവും, ഹീറ്റ് ഉണ്ടാവുകയും ഈ ഹീറ്റ് മൂലം ഈ എയർ മോളിക്യൂൾസിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, കൂടും. അവിടെ ടെമ്പറേച്ചർ എന്തുണ്ടാവും, മാറ്റം ഉണ്ടാവും. പ്രഷർ എന്തുണ്ടാവും, മാറ്റം ഉണ്ടാവും. വോളിയത്തിന് എന്തുണ്ടാവും, മാറ്റം ഉണ്ടാവും. പക്ഷെ അവിടെ എന്തില്ല, ഹീറ്റ് അബ്സോർപ്ഷനും ഇല്ല, ഹീറ്റ് റിജക്ഷനും ഇല്ല. ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുകയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് അഡയബാറ്റിക് പ്രോസസ്സ്. ഇവിടെ എന്തില്ല, ഹീറ്റ് അബ്സോർപ്ഷൻ ഇല്ല, ഹീറ്റ് റിജക്ഷൻ ഇല്ല. പക്ഷെ ടെമ്പറേച്ചർ മാറി, വോളിയം മാറി, എന്തും മാറി, പ്രഷർ മാറി. ഓക്കെ, ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, ബൈഹാർട്ട് ചെയ്ത് വെക്കണം. അങ്ങനെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത് വെച്ചാണ് നമ്മൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ആ ഇക്വേഷൻ പറയുന്നത്, ഒരു അഡയബാറ്റിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ പറയുന്നത് പി വി റൈസ് ടു ഗാമ ഇസ് എന്താണ്, പി വി റൈസ് ടു ഗാമ ഇസ് എ കോൺസ്റ്റന്റ്. ഇതാണ് അഡയബാറ്റിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. പി വി റൈസ് ടു ഗാമ ഇസ് എന്താണ്, കോൺസ്റ്റന്റ്. നമുക്ക് കെ എന്ന് വിളിക്കാൻ. പി വി റൈസ് ടു ഗാമ ഇസ് എ കോൺസ്റ്റന്റ്. ഇതാണ് അഡയബാറ്റിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഇവിടെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനെ ടെമ്പറേച്ചറിന്റെ ടൈമിലും പ്രഷറിന്റെ ടൈമിലും വോളിയത്തിനും മാറ്റി എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. നമുക്ക് ഇവിടെ ഒരു 3 ഇക്വേഷൻ എന്ത് ചെയ്യാം, ഡിറൈവ് ചെയ്യാം. നമുക്കൊരു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പറയുന്നത്? പി വി ഇസ് ഈക്വൽ ടു എന്താണ്, എൻആർടി. പി വി ഇസ് ഈക്വൽ ടു എൻആർടി. ഇവിടെ നിന്ന് നിങ്ങൾ വിനെ കണ്ടുപിടിച്ചേ. എന്താ വി കിട്ടുന്നത്? വി ഈക്വൽ ടു എൻആർടി ബൈ എന്ത് കിട്ടും, നമുക്ക് പി എന്ന് കിട്ടും. എന്തിനാണ് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന്, ഇപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ഈ ടൈം എന്തിനും ടൈമിലായിട്ട് മാറും. ഈ ഇക്വേഷൻ എന്തിനും ടൈമിലാവും, പ്രഷറിന്റെയും ടെമ്പറേച്ചറിന്റെയും ടൈമിലാവും. വോളിയം അവിടെ നിന്ന് മാറി കിട്ടും. അപ്പൊ നോക്കി എന്ത് കിട്ടും ഇക്വേഷൻ, പി വിക്ക് വരും എൻആർടി ബൈ എന്താണ്, പി ദ ഹോൾ റൈസ് ടു എന്താണ്, ഗാമ ഇസ് എ കോൺസ്റ്റന്റ്. അല്ലെങ്കിൽ പി എൻ റൈസ് ടു ഗാമ ആർ റൈസ് ടു ഗാമ ടി റൈസ് ടു ഗാമ ഡിവൈഡ് ബൈ എന്താണ്, പി റൈസ് ടു ഗാമ ഇസ് എന്താണ്, കോൺസ്റ്റന്റ്. ഈ പി എന്ത് ചെയ്യാം, മുകളിൽ പോവും. എൻ റൈസ് ടു ആർ റൈസ് ടു ഗാമനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ എന്ത് കിട്ടും ഇവിടെ, പി റൈസ് ടു 1 ഡിവൈഡ് ബൈ പി റൈസ് ടു ഗാമ. നമുക്കറിയാം എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ എ റൈസ് ടു എൻ എന്താണ്, എ റൈസ് ടു എം മൈനസ് എൻ. എങ്കിൽ പി റൈസ് ടു 1 ഡിവൈഡ് ബൈ പി റൈസ് ടു ഗാമ നമുക്ക് എന്താ കിട്ടുന്നത്, പി റൈസ് ടു 1 മൈനസ് ഗാമ എന്ന് കിട്ടും. ഓക്കെ, പി റൈസ് ടു 1 മൈനസ് ഗാമ. പിന്നെ എന്താ കിടക്കുന്നത്, ടി റൈസ് ടു ഗാമ. ഇയാൾ ഇങ്ങോട്ട് കൊണ്ടുവന്നേ, കെ ബൈ എന്ത് കിട്ടും നമുക്കിവിടെ, എൻ റൈസ് ടു ഗാമ ആർ റൈസ് ടു ഗാമ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഈ കെ കോൺസ്റ്റന്റ് ആണ്, എൻ റൈസ് ടു ഗാമ ആർ റൈസ് ടു ഗാമ മറ്റൊരു കോൺസ്റ്റന്റ് ആണ്. എങ്കിൽ ഇക്വേഷൻ എന്ത് ചെയ്യാം നമുക്ക്, പി റൈസ് ടു 1 മൈനസ് ഗാമ ടി റൈസ് ടു ഗാമ ഈസ് എന്തായിരിക്കും, മറ്റൊരു കോൺസ്റ്റന്റ്. ഇങ്ങനെ എഴുതിക്കൂടെ. അപ്പൊ നമുക്ക് എത്ര ഇക്വേഷൻ കിട്ടി, 2 ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, P1 V1 റൈസ് ടു ഗാമ ഈക്വൽ ടു എന്തായിരിക്കും, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ P2 V2 റൈസ് ടു എന്തായിരിക്കും, ഗാമ ഇസ് എ കോൺസ്റ്റന്റ്. ഇങ്ങനെ പോകും. ഓക്കെ, അതുപോലെ ഈ ഇക്വേഷൻ എങ്ങനെ വരും നമുക്ക്, P1 റൈസ് ടു 1 മൈനസ് ഗാമ T1 റൈസ് ടു ഗാമ ഇസ് ഈക്വൽ ടു എന്ത് വരും, P2 റൈസ് ടു 1 മൈനസ് ഗാമ T2 റൈസ് ടു എന്താണ്, ഗാമ ഇസ് എന്തെന്ന് പറയാം, കോൺസ്റ്റന്റ് എന്ന് പറയാം. ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ പറയാം. ഇപ്പൊ നമുക്ക് പ്രഷറിന്റെയും വോളിയത്തിന്റെയും ടൈമിൽ കിട്ടി, പ്രഷറിന്റെയും ടെമ്പറേച്ചറിന്റെയും ടൈമിൽ കിട്ടി. ഇനി നമുക്ക് എന്താണ്, ടെമ്പറേച്ചറിന്റെയും വോളിയത്തിന്റെയും ടൈമിൽ എന്ത് കണ്ടുപിടിക്കാം, ഈ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്യാം. അവിടെ നമുക്ക് ഈ ഇക്വേഷൻ ചൂസ് ചെയ്യാം. ഈ ഇക്വേഷനിൽ നിന്ന് ഇപ്പോൾ വോളിയം അല്ല കണ്ടുപിടിച്ചത്, പ്രഷർ കണ്ടുപിടിച്ചത്. എന്തായിരിക്കും പ്രഷർ, P is equal to N
NRT ബൈ എന്ത് കിട്ടും? NRT ബൈ എന്ത് കിട്ടും? V കിട്ടും. ഇത് ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്താൽ Pക്ക് വരെ എന്താണ്? N RT ബൈ എന്താണ്? V. പിന്നെ എന്തുണ്ട് ഇവിടെ? V റേസ് ടു ഗാമ. ഈസ എന്താണ്? കോൺസ്റ്റന്റ്. ഇവിടെ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ മനസ്സിലാവും V ഒരു V റേസ് ടു ഗാമയുണ്ട്. ഓക്കെ, എന്നെ അറിഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോവാ, വിനെ മുകളിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവും നോക്കിക്കേ. ടി ഇതങ്ങോട്ട് മുകളിൽ പോകുമ്പോൾ V റേസ് ടു ഗാമ മൈനസ് 1 ഈസ് ഈക്വൽ ടു എന്താണ്? K ഡിവൈഡ് ബൈ N R എന്ന് വരും. ഇതെന്താ ഈ സാധനം? കോൺസ്റ്റന്റ് അല്ലേ? എങ്കിൽ നമുക്ക് എന്ത് പറയാം? TV റേസ് ടു ഗാമ മൈനസ് 1 ഈസ് എന്താണ്? കോൺസ്റ്റന്റ്. ഓർക്കോ, ഇത് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നത് എന്താണ്? കാർനോട്ട് എഞ്ചിനാണ്. അവിടെ ഈ ഇക്വേഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓർത്താൽ മതി, സിമ്പിളായിട്ട് ഇക്വേഷൻ ഓർത്ത് വെക്കാൻ. എന്താണ്? ടിവിയുടെ മുകളിൽ ആരിപ്പുണ്ട്? ഗാമ മൈനസ് 1 ഇരിപ്പുണ്ട്. അപ്പോൾ ടിവിയുടെ മുകളിൽ ആരിപ്പുണ്ട്? നമ്മുടെ വീട്ടിൽ ടിവിയുടെ മുകളിൽ ആരെ കൊണ്ട് നമ്മൾ ഫ്ലവർ ബോട്ടിന് വരെ ആരെ കൊണ്ട് വെച്ചിരിക്കുന്നു? ഒരു ഗാമ മൈനസ് 1 എന്ത് ചെയ്യുന്നു? എടുത്തു വെച്ചിരിക്കുന്നു. അപ്പോൾ TV റേസ് ടു ഗാമ മൈനസ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഈ മൂന്ന് ഇക്വേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ് TV റേസ് ടു ഗാമ മൈനസ് 1 കോൺസ്റ്റന്റ്. കാരണം ഇത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാർനോട്ട് എഞ്ചിനകത്ത് നമ്മൾ ഡെറിവേഷൻ ഒക്കെ ചെയ്യുന്ന ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ്. നമുക്കിനി ഒന്നും കൂടെ മാറ്റാം. ഇതുപോലെ നമുക്ക് പറഞ്ഞുകൂടെ എന്ത് പറയാൻ പറ്റും? എങ്കിൽ T1 V1 റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു T2 V2 റേസ് ടു ഗാമ മൈനസ് 1 ഈസ് എന്തെന്ന് വിളിക്കാം? നമുക്ക് കോൺസ്റ്റന്റ് എന്ന് വിളിക്കാം. ഇതാണ് അഡിയബാറ്റിക് പ്രോസസ്. ഇനി നമുക്ക് ഇതിന്റെ എന്തും കൂടെ നോക്കണം, ഒരു ഗ്രാഫും കൂടെ നോക്കണം. അഡിയബാറ്റിക് പ്രോസസിന്റെ ഗ്രാഫ് നോക്കണം. ശ്രദ്ധിക്കുക, അഡിയബാറ്റിക് പ്രോസസിന്റെ ഗ്രാഫ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അഡിയബാറ്റിക് പ്രോസസിന്റെ ഗ്രാഫ് വരക്കുന്നത് ഇവിടെ എന്താണ്? പ്രഷർ, ഇവിടെ എന്താണ്? വോളിയം. നമ്മൾ മുമ്പ് PV കോൺസ്റ്റന്റ് ഗ്രാഫ് നമ്മൾ ഇങ്ങനെയല്ലേ വരച്ചത്. പക്ഷെ PV റേസ് ഗാമ കോൺസ്റ്റന്റ് ഗ്രാഫ് വരക്കുമ്പോൾ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ ഒരു പുതിയ ടേം എക്സ്ട്രാ കിടപ്പുണ്ട്. ആരാണ്? റേസ് ടു ഗാമ. അപ്പൊ ഈ കിട്ടിയ ഗ്രാഫിനേക്കാൾ സ്ലോപ്പ് ഈ നമ്മൾ വരക്കാൻ പോകുന്ന അഡിയബാറ്റിക് പ്രോസസിന്റെ ഗ്രാഫിന് സ്ലോപ്പ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇതെന്തിന്റെ ഗ്രാഫാണ്? ഐസോതെർമലിന്റെ ആണെങ്കിൽ അതിനേക്കാൾ കുറച്ച് സ്ലോപ്പ് കൂട്ടി നിങ്ങൾ ഗ്രാഫ് വരച്ചാൽ ഇതെന്തിന്റെ ഗ്രാഫായിട്ട് മാറും? ഇത് അഡിയബാറ്റിക്കിന്റെ ഗ്രാഫാണ്. അപ്പോൾ ഇതാണ് എന്തിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്? അഡിയബാറ്റിക്കിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രഷറിനെ നമുക്ക് P1 V1 T1 ആണെങ്കിൽ ഇവിടുത്തെ പ്രഷർ P2 V2 എന്താണ്? T2. ഇവിടെ പ്രഷറും വോളിയം ടെമ്പറേച്ചറൊക്കെ എന്ത് ചെയ്യും? അഡിയബാറ്റിക് പ്രോസസ്സിന് മാറും. പക്ഷെ ആര് മാത്രം മാറത്തില്ല? ഹീറ്റ് എന്ത് ചെയ്യത്തില്ല? എക്സ്ചേഞ്ച് നടക്കത്തില്ല. ഹീറ്റ് ഇങ്ങോട്ടേക്ക് അബ്സോർബും ചെയ്യത്തില്ല. ഇവിടെ നിന്ന് ഹീറ്റ് എന്ത് ചെയ്തില്ല? ഒട്ടും അങ്ങോട്ട് പുറത്തോട്ട് പോകത്തില്ല. അപ്പൊ കംപ്രഷൻ ആണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? റൈസ് ചെയ്യും. ഇനി എക്സ്പാൻഷൻ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഫാൾ ചെയ്യും. ഇതാണ് അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് പ്രോസസ്സും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഐസോബാറിക് പ്രോസസ്. ഐസോബാറിക് പേര് തന്നെയുണ്ട്. ബാർ എന്താണ്? പ്രഷറിന്റെ യൂണിറ്റ് ആണ് അല്ലേ. അപ്പൊ ഐസോബാറിക് എന്ന് പറയുമ്പോൾ പ്രഷർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ് ഐസോബാറിക് പ്രോസസ്. ശ്രദ്ധിക്കുക, ഐസോബാറിക്കിൽ എന്തായിരിക്കും? പ്രഷർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി അടുത്ത എന്താണ്? ഐസോകോറിക്കിന്റെ പ്രത്യേകത എന്തായിരിക്കും? അവിടെ വോളിയം എന്തായിരിക്കും? വോളിയം കോൺസ്റ്റന്റ് പ്രോസസ് ആയിരിക്കും. എന്തെന്ന് പറയുന്നത്? ഐസോകോറിക് പ്രോസസ് എന്ന് പറയുന്നത്. സൈക്ലിക് പ്രോസസ് എന്താണ്? സൈക്ലിക് പ്രോസസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സിസ്റ്റം കുറേ പ്രോസസ്സിന് വിധേയമായി. ഇങ്ങനെ കുറേ പ്രോസസ്സിന് വിധേയമായിട്ട് ആ സിസ്റ്റം ഇനിഷ്യൽ സ്റ്റേറ്റിലോട്ട് തന്നെ എന്ത് ചെയ്തു? തിരിച്ചു വന്നു. ഉദാഹരണത്തിന് ഒരു വസ്തുവിന്റെ ടെമ്പറേച്ചർ 312 കെൽവിൻ, അതിൻ്റെ പ്രഷർ 1.01 ഇൻറ്റു 10⁵ പാസ്കൽ. അതുപോലെ തന്നെ അതിൻ്റെ വോളിയം 1 മീറ്റർ ക്യൂബ്. ഇതാണ് ഈ സിസ്റ്റത്തിന് ഇനിഷ്യൽ ഫേസ്. ഈ സിസ്റ്റം കുറേ പ്രോസസ്സുകൾക്ക് എന്തായി? വിധേയമായി. കുറേ പ്രോസസ്സുകളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ സിസ്റ്റത്തിന്റെ ഇപ്പൊ T എന്ന് പറയുന്ന ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ പ്രോസസ്സ് കഴിഞ്ഞ് തിരിച്ചു ഈ സ്റ്റേറ്റിൽ തന്നെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇതിന്റെ ടെമ്പറേച്ചർ 312, ഇതിന്റെ പ്രഷർ 1.01 ഇൻ 10⁵, ഇതിന്റെ വോളിയം 1 മീറ്റർ ക്യൂബ്. അപ്പൊ എന്താ പ്രത്യേകത? ഇതിന്റെ ഇനിഷ്യൽ സ്റ്റേറ്റിലോട്ട് എന്ത് ചെയ്തു? തിരിച്ചു വന്നു. ഇങ്ങനെ ഒരു സിസ്റ്റം കുറെ പ്രോസസ്സുകൾക്ക് വിധേയമായി, സൈക്ലിക് ഓഫ് പ്രോസസ്, കുറെ പ്രോസസ്സുകൾക്ക് എന്തായി? വിധേയമായിട്ട് തിരിച്ചതിന്റെ പഴയ അവസ്ഥയിലോട്ട് തന്നെ വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സൈക്ലിക് പ്രോസസ്. ഓക്കെ, അതിനുശേഷം ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. എന്താണെന്ന് പറയാം? ക്വാസി സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ ഈ ടേം ആണ് അവിടെ ഇമ്പോർട്ടന്റ്. സ്റ്റാറ്റിക് എന്താണ്? നിശ്ചലം. അപ്പൊ ക്വാസി സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ
ഒരു പ്രോസസ്സിനകത്ത് ചെറിയ ചേഞ്ചേ ഉണ്ടാകുന്നുള്ളൂ, ടെമ്പറേച്ചറിനോ പ്രഷറിനോ വോളിയത്തിനോ ചെറിയൊരു ചേഞ്ച് മാത്രമേ ഉണ്ടാകുന്നുള്ളെങ്കിൽ അതെന്തായിരിക്കും? ക്വാസി സ്റ്റാറ്റിക്, നിയർലി സ്റ്റാറ്റിക്. സ്റ്റാറ്റിക് ആയിരിക്കും, ചെറിയൊരു ചേഞ്ച് കാണത്തുള്ളൂ. ഉദാഹരണത്തിന് ഒരു പിസ്റ്റനകത്ത് നമ്മൾ കുറച്ച് മണ്ണ് വാരിയിട്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിസ്റ്റൺ എന്ത് ചെയ്യും? താഴോട്ട് വരും അല്ലേ? വെയിറ്റ് വിടാൻ നേരത്ത് പിസ്റ്റൺ എന്ത് ചെയ്യും? എയറിനെ കംപ്രസ് ചെയ്തിട്ട് താഴോട്ട് വരും. ഇവിടെ കുറേ മണ്ണ് കിടപ്പുണ്ട്, കുറേ മണ്ണോ കല്ലോ ഒക്കെ വാരിയിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് കൊണ്ടാണ് പിസ്റ്റൺ എന്ത് ചെയ്തത്? താഴോട്ട് പോയത്. ഇവിടെ നിന്ന് ഞാൻ ഒരു തരി മണ്ണിനെ എടുത്തുകൊണ്ട് മാറ്റിക്കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല. പഴയ അവസ്ഥയിൽ നിന്ന് ചെറിയൊരു ചേഞ്ച്, ഒരു നെഗ്ലിജിബിൾ ചേഞ്ച് മാത്രമേ അവിടെ എന്ത് ചെയ്യത്തുള്ളൂ? സംഭവിക്കത്തുള്ളൂ. അങ്ങനെയാണ് പ്രോസസ്സ് നടക്കുന്നതെങ്കിൽ എന്ത് വിളിക്കാം നമുക്ക്? ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. അവിടുത്തെ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു വൻതരീനെ എടുത്ത് മാറ്റിയത്, അപ്പോൾ വെയിറ്റ് ചെറുതായിട്ടല്ലേ മാറുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ വോളിയം അങ്ങ് മാറുമോ? കണ്ടമാനം മാറുമോ? ഇല്ല. പ്രഷർ മാറുമോ? ഇല്ല. മാറും, പക്ഷെ എന്തായിരിക്കും? ഒരു വളരെ ചെറിയൊരു മാറ്റമായിരിക്കും. അങ്ങനെയുള്ള പ്രോസസ്സാണ് ക്വാസി സ്റ്റാറ്റിക് അല്ലെങ്കിൽ നിയർലി സ്റ്റാറ്റിക് പ്രോസസ്സ്. ഓക്കെ, നമുക്ക് അടുത്തത് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് സംഭവം സിമ്പിളാണ്. ഒരു വസ്തു തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, ഒരു തെർമോഡൈനാമിക് സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിന്റെ നെസസറി ആൻഡ് സഫീഷ്യന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ തെർമോഡൈനാമിക്കൽ ഇക്വിലിബ്രിയം എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇപ്പോൾ രണ്ട് സിസ്റ്റം എടുത്തു. ഈ രണ്ട് സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം ഈ രണ്ട് സിസ്റ്റം എന്തായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ, അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. there exists a quantity called temperature. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ആണ്, വിച്ച് ഈസ് the property of all thermodynamic system in equilibrium state such that the temperature equality is a necessary and sufficient condition for the thermal equilibrium. ഒരു വസ്തു തെർമൽ ഇക്വിലിബ്രിയത്തിൽ വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ നെസസറി ആൻഡ് സഫീഷ്യന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ ഇക്വാലിറ്റിയാണ്. അപ്പോൾ ഒരു വസ്തു എന്താണ്? തെർമൽ ഇക്വിലിബ്രിയത്തിൽ വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ നെസസറി ആൻഡ് സഫീഷ്യന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ ഇക്വാലിറ്റിയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ 3 സിസ്റ്റം ഉണ്ട്. സിസ്റ്റം സി, സിസ്റ്റം എ ആൻഡ് സിസ്റ്റം ബി. ശ്രദ്ധിക്കുക, സിസ്റ്റം എയും സിസ്റ്റം ബിയും തമ്മിൽ അഡിയാബാറ്റിക് വാൾ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ എന്തില്ല? ഹീറ്റ് എക്സ്ചേഞ്ച് ഒന്നും നടക്കത്തില്ല. അഡിയാബാറ്റിക് വാൾ കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ ടെമ്പറേച്ചർ ടി എ, ഇവിടുത്തെ ടെമ്പറേച്ചർ ടി ബി, ഇവിടുത്തെ ടെമ്പറേച്ചർ എന്താണ്? ടി സി. ഓക്കെ, ഇപ്പോൾ ഈ എയും സിയും തമ്മിൽ എന്താണ്? അഡിയാബാറ്റിക് വാളൊന്നുമല്ല, ഹീറ്റ് എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് നടക്കും. അതുപോലെ തന്നെ ബിയും സിയും തമ്മിൽ എന്ത് നടക്കും? ഹീറ്റ് എക്സ്ചേഞ്ച് എന്ത് ചെയ്യും? നടക്കും. പക്ഷെ എയും ബിയും തമ്മിൽ എന്ത് നടക്കത്തില്ല? ഹീറ്റ് എക്സ്ചേഞ്ച് എന്ത് ചെയ്തില്ല? നടക്കത്തില്ല. എങ്കിൽ ഇപ്പോൾ സപ്പോസ് ഇഫ് ടി എ ഈ എ എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചറും സി എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ എന്തായി? ഈക്വലായി. അതുപോലെ തന്നെ ആൻഡ് ടി ബി ഈക്വൽ ടു എന്തായി? ടി സി ആയി. അതായത് ഇതും ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഒന്നുമില്ല. പിന്നെന്താണ്? ടി എയും ടി സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലായി, ടി ബിയും ടി സിയും എന്തായി? തെർമൽ എന്തായി? ഇക്വിലിബ്രിയത്തിലായി. ദെൻ നമുക്ക് പറയാൻ കഴിയും എന്തായിരിക്കും? ടി എ ഈക്വൽ ടു എന്തായിരിക്കും? ടി ബി ആയിരിക്കും. ഒന്നാമത്തെ സിസ്റ്റവും എ എന്ന് പറഞ്ഞ സിസ്റ്റവും ബി എന്ന് പറഞ്ഞ സിസ്റ്റവും എന്തിലായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇതാണ് സീറോത്ത് ലോ ഓഫ് എന്തെന്ന് പറയുന്നത്? തെർമോഡൈനാമിക്സ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് ഒരു തെർമോഡൈനാമിക് സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിൽ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടി എന്തായിരിക്കണം? അതിനകത്തൊരു ക്വാണ്ടിറ്റി ഉണ്ട്. ആ ക്വാണ്ടിറ്റി വിളിക്കുന്ന പേരെന്താണ്? ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചർ ഇക്വാലിറ്റി ആണ് ഒരു സിസ്റ്റം തെർമോഡൈനാമിക്കലി ഇക്വിലിബ്രിയം ആണോ അല്ലയോ എന്ന് എന്ത് ചെയ്യുന്നത്? തീരുമാനിക്കുന്നത്. ഇതാണ് സീറോത്ത് ലോ ഓഫ് എന്തെന്ന് പറയുന്നത്? തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്.